പാലക്കാട് മണ്ഡലത്തിൽ LDF സ്വതന്ത്രനായി ഹോട്ടൽ വ്യവസായി NMR അബ്ദുൾ റസാഖ് മത്സരിക്കും. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ അബ്ദുൾ റസാഖ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാലക്കാട് ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണെന്നും കയ്യെത്തും ദൂരത്തുള്ള MLA മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും റസാഖ് പറഞ്ഞു. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അവിടുത്തെ ഹോട്ടൽ വ്യവസായിയായ അബ്ദുൾ റസാഖിനെയാണ് LDF പരിഗണിക്കുന്നത്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ അദ്ദേഹം പരിഗണിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മത്സരിക്കാനുള്ള സാധ്യത കൂടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയ്ക്ക് വിളിച്ചതാണ്, അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. 2-3 പേരെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാനം നമുക്കും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വലിയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും പറഞ്ഞത്. മേൽ കമ്മിറ്റികളിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്വതന്ത്രമാണ്. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പക്ഷേ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഞങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള ഒരാൾ അധികാര സ്ഥാനത്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി അടക്കമായിരുന്നു ഈ കൈച്ചാറയുമായി ബന്ധപ്പെട്ട അഹമ്മദ് പേപ്പർ. അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടി. ഇനിയുള്ള ഇതിലൊക്കെ അങ്ങനത്തെ ഒരു വേദി നിയമസഭയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ടത്. പാലക്കാട് ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ സമീപകാലത്ത് നമുക്കറിയാം ചില സംവിധാനങ്ങളിലൊക്കെ ആയിട്ടൊരു നമുക്കറിയാമല്ലോ അവിടെ എന്തായിരുന്നു ഒരു BJP പേടി ആണ് പലപ്പോഴും കോൺഗ്രസിന് ജയിപ്പിച്ചിരുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട് നിന്ന്. സാജിദ്, ഇപ്പോൾ P. സരിനെ പോലെ അല്ലെങ്കിൽ PM ആർഷയെ പോലുള്ള നേതാക്കളൊക്കെ ഉണ്ടല്ലോ, യുവജന നേതാക്കളൊക്കെ പാലക്കാടുണ്ട്. അവരിലൊന്നുമില്ലാത്ത എന്ത് വിജയസാധ്യതയാണ് അബ്ദുൾ റസാഖിൽ CPM ഇടതുപക്ഷം അവിടെ കാണുന്നത്? മഹേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ഈ NMR അബ്ദുൾ റസാഖുമായി ചർച്ച നടത്തുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്, പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല. പൂർണ്ണമായി ഹോട്ടൽ വ്യവസായം നടത്തുന്ന വ്യക്തിയാണ്. പാലക്കാട് നഗരത്തിൽ തന്നെ 5 ഹോട്ടലുകൾ ഉണ്ട്. ഈ ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് CPM ഈ റസാഖിനെ മത്സരിപ്പിക്കുന്നത്. അത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഇത്തരം റസാഖിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. പക്ഷെ അത് CPM-ൽ തന്നെ ഒരു വിഭാഗത്തിന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഈ വിഘടിച്ചത് BJPക്ക് സഹായകമാകുമോ എന്നൊരു ഭയമുണ്ട്. എന്തായാലും ഈ റസാഖ് ആദ്യം മടിച്ച് നിന്നിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം അതിന് അനുമതി നൽകുകയും താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അത് ഈ സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അടുത്ത ദിവസം തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. എന്തായാലും ഈ വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിലും പാലക്കാട് നഗരത്തിലെ നിരവധി ആളുകൾക്ക് പരിചയം ഉള്ള ആളാണ്. അതിൽ തന്നെ CPM-നുള്ളിൽ ഒരു വിഭാഗം ഭയക്കുന്നത് ഈ അബ്ദുൾ റസാഖ് പിടിക്കുന്ന വോട്ട് അത് ഈ BJPക്ക് ഗുണകരമാകുമോ എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ CPM ഈ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അബ്ദുൾ റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി NMR അബ്ദുൾ റസാഖ് എത്തും. അദ്ദേഹം പ്രചാരണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്ത് നിൽക്കുകയും